നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചന്ദ്രിക താലിരക്ഷാ പൂജ അനുഷ്ഠിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ താലികെട്ട് കഴിയാത്ത വന്ദന ഇപ്പൊ എന്തിനാ താലിരക്ഷാവ്രതം അനുഷ്ഠിക്കുന്നത്? ചന്ദ്രികയും വന്ദനയും എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എല്ലാ സങ്കടത്തിനും പുറമെ ഇപ്പൊ ഒരു താലിമാല കൂടി എന്റെ കഴുത്തിൽ മുറുകയാണ്. ദേവിയുടെ മുന്നിൽ വെച്ചല്ലേ എന്റെ കഴുത്തിൽ ആരോ താലി കെട്ടിയത്. എന്റെ കഴുത്തിലേക്ക് കുരുക്കിട്ട ആളിനെ ഒന്ന് കാണിച്ചു തന്നൂടെ നിനക്ക് ദേവി? എന്റെ മോളുടെ കഴുത്തിൽ താലി കയറ്റി തരണേന്ന് നൊന്തു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയായിരിക്കും ഫലം കിട്ടുകയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവമേ, കല്യാണം കഴിയാത്ത ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലിമാലയുണ്ടെന്ന് പുറത്തറിഞ്ഞ് എന്റെ മോളെ എല്ലാവരും പഴിക്കും. അവളെ സമൂഹം പാതാളത്തോളം ചവിട്ടി താക്കും. ആ അവസ്ഥ കൂടി ഉണ്ടാക്കരുതേ ദേവി. ദീപം അണയാതെ താഴേക്കിറക്കി വെച്ച് മനമുരുകി പ്രാർത്ഥിച്ച് നിവേദ്യം കഴിഞ്ഞ് പടച്ചോറും വാങ്ങിച്ചിട്ടേ പോകാവൂ. ശരി തിരുമേനി. ആ ഇതെന്തിനുള്ള പൂജ തിരുമേനി? തിങ്കളാഴ്ച വ്രതവും ഒപ്പം താലിരക്ഷാ പൂജയും. ഇതെല്ലാം മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ വ്രതവും പൂജയും എടുക്കാനുള്ളത്. വ്രതമെടുത്ത ശേഷം വേണം നിവേദ്യ ചോറുണ്ണാൻ. അന്നേ ദിവസം വേറെ ഭക്ഷണം പാടില്ല. ഭർത്താവിനെ കാണാതാകുകയോ പിണങ്ങി നിൽക്കുകയോ ചെയ്യുന്ന സ്ത്രീകളാണ് ഈ വ്രതം സാധാരണ എടുക്കാറുള്ളത്. ഫലം നിശ്ചയമായും കണ്ടിരിക്കും. ഏത് പാതാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഭർത്താവാണെങ്കിലും വന്ന് കൺമുമ്പിൽ ചാടിയിരിക്കും. തിരുമേനി, എന്നാ ഞങ്ങളും വ്രതം നോക്കുന്നു. താലികെട്ട് കഴിഞ്ഞ ചന്ദ്രികാമ്മയ്ക്ക് വ്രതം നോക്കാം. പക്ഷെ വന്ദന അതല്ല തിരുമേനി, വന്ദനയെ താലി കെട്ടേണ്ട ആൾ മറഞ്ഞിരിക്കല്ലേ? വന്ദനയെ കെട്ടാൻ എല്ലാ യോഗ്യതയുമുള്ള അയാളെ എത്രയും വേഗം മുന്നിൽ കൊണ്ടുവരണേ എന്നുള്ള പ്രാർത്ഥനയോടെ വ്രതം നോറ്റൂടെ? അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. നിങ്ങൾ രണ്ടുപേരും വല്ലതും കഴിച്ചതാണോ? ഇല്ല. ആ, അത് നന്നായി.
മനമുരുകി പ്രാർത്ഥിക്കുക, പ്രദക്ഷിണം വെക്കുക, എന്നിട്ട് നിവേദ്യം കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. ശരി തിരുമേനി. ആ വാമേ. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. ഇന്ന് കുടുംബത്തോടെയാണല്ലോ ക്ഷേത്ര ദർശനം. നന്നായി. ചന്ദ്രികയും വന്ദനയും ഏതോ കഠിന പ്രാർത്ഥനയിലും വ്രതത്തിലുമാണെന്ന് തോന്നുന്നല്ലോ തിരുമേനി. ആ അവര് എന്ത് വ്രതമാ എടുക്കുന്നത്? അല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. നല്ല കാര്യമായി. മാധവൻ നായരോട് പറഞ്ഞില്ലായിരുന്നോ? ആ തിങ്കളാഴ്ച വ്രതവും ഒപ്പം താലി രക്ഷാപൂജയും. ആ ഉം. അല്ല, രണ്ടുപേർക്കും അത് ഗുണം ചെയ്യുവേ. ആ ചന്ദ്രിക താലിരക്ഷാ പൂജ അനുഷ്ഠിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ താലികെട്ട് കഴിയാത്ത വന്ദന ഇപ്പൊ എന്തിനാ താലിരക്ഷാവ്രതം അനുഷ്ഠിക്കുന്നത്? ചന്ദ്രികയും വന്ദനയും എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.